ശോ, എനിക്ക് മതിയമ്മേ. അങ്ങനെ പറയല്ലടാ, മോന്റെ വയറ് നിറഞ്ഞാലേ അമ്മയുടെ മനസ്സ് നിറയൂ. എന്റെ അമ്മേ, എന്റെ വയറ് നിറഞ്ഞിരിക്കുവാ. എടാ, നിനക്ക് അവിടെ പോയാൽ വല്ലതും കിട്ടുമോ? നീ നേരാവണ്ണം വല്ലതും കഴിക്കൂ. കഴിക്കണമെന്ന് ഒരു ബോധ്യവും കാണത്തില്ല. കഴിക്കേ, ഇതോടെ കഴിക്കേ. പ്രിയയുടെ കൂടെ ആരാ? താങ്കളൊരു കുഞ്ഞു മാലാഖയുടെ അച്ഛനായിരിക്കുന്നു. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അച്ഛനെ ഞാൻ എന്ത് കാട്ടിയാലും കുറ്റം. നീ തന്നെ ഇത് പറയണം. ഇതുപോലെ അച്ഛനെ വേറെ എവിടെ കിട്ടാനാ? അതെ അതെ, വേറെ എവിടെ കിട്ടും? हेलो हेलो कैप्टन, आपकी छुट्टी रद्द की गई है। आपको जल्द से जल्द सरहद पे रिपोर्ट करना होगा। यस सर, जय हिंद। यात्री कृपया ध्यान दें, गाड़ी क्रमांक 1280. എന്താ നീ ഇങ്ങനെ നിക്കുന്നേ? ഒന്നുമില്ലടാ. ഇനി എന്നാ? അറിയില്ലടാ. ശരിക്കും നീ തന്നെയാടാ ഗ്രേറ്റ്. ദ ആർമി. മടക്കം എന്നാണെന്ന് പോലും അറിയാതെ, ഉണ്ടോയെന്ന് പോലും അറിയാതെ, വെള്ളമോ ഭക്ഷണമോ തണലോ എന്തിന് ജീവന് പോലും ഉറപ്പില്ലാതെ നാടും വീടും വിട്ട് രാജ്യത്തിന് വേണ്ടി മാത്രമുള്ള നിമിഷങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, സ്വന്തം ഇഷ്ടങ്ങളും സന്തോഷവും വിട്ട് എന്നോ ഒരു അവധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. എങ്ങനാടാ? समरम कालनियोगम जागो जागो यारो सर्वदा। नियतम सकलम कर्म निबद्धम आगे आगे तू ये कर दिखा। एकता वेदांतम तेजोमयम समनादम। तोड़ना वो घेरा कम से न हो समझौता। एततपयनम धर्म समुदयम प्राणादिगमंत्रम। आग तो हमरे राह से हट रे सारे संसारे। प्रहरम तुडरे ज्वाल नियतम रुधिरम चिदरे मोक्षमेवम। ഒരു 2ാം ക്ലാസ്സുകാരന്റെ പാഠപുസ്തകത്തിൽ ഇതുപോലെ ഫെയർ അഗ്ലി എന്ന് വേർതിരിച്ച് കാണിച്ച് ഒരു 6 വയസ്സുകാരന്റെ മനസ്സിൽ അവനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന നിറത്തിന്റെ രാഷ്ട്രീയം. ദി പൊളിറ്റിക്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, ദ പൊളിറ്റിക്സ് ഓഫ് ഹേറ്റ്. 4 പേരെ ഉടുവസ്ത്രമഴിച്ച് തെരുവിൽ തല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? മാംസം കടത്തിയതിന് ഒരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതങ്ങ് UP-യിലല്ലേ? പോലീസ് മർദ്ദനമേറ്റ് കസ്റ്റഡിയിൽ വെച്ച് 2 പേർ കൊല്ലപ്പെടുന്നു. അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ? വിഷപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു ആദിവാസി യുവാവിനെ കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്നു. അതിങ്ങ് കേരളത്തിലല്ലേ? അല്ല, ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ആ ധൈര്യമാണ്, ആ വിശ്വാസമാണ് യുവർ ഓണർ ഈ നാട്ടിലെ രാഷ്ട്രീയം. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും, ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ. क्या
आप इस मिशन के लिए तैयार हैं? यस सर। क्या बदले के लिए आपका खून खोल रहा है? यस सर। कमांडर्स, who are we? Indian Army sir. Indian Army ने जंग शुरू नहीं की थी, but we will bloody hell finish it. Yes sir. How is the Josh? High sir. How is the Josh? High sir. I said, how is the Josh? High sir. है मेरी ज़मीं अफसोस नहीं, जो तेरे लिए 100 दर्द सहे। महफूज रहे तेरी आन सदा, चाहे जान मेरी ये रहे ना रहे। मेरी ज़मीं महबूब मेरी, मेरी नस नस में तेरा इश्क बहे। फीका ना पड़े कभी रंग तेरा, जिस्मों से निकल के खून कहे। तेरी मिट्टी में मिल जावा, गुल बन के मैं खिल जावा। इतनी सी है दिल की आरज़ू, तेरी नदियों में बह जावा, तेरे खेतों में लहरावा। इतनी सी है दिल की आरज़ू। सरसों से भरे खलियान मेरे, जहाँ झूम के भंगड़ा पा न सका। आबाद रहे वो गांव मेरा, जहाँ लौट के वापस जा न सका। ഒരു തൂവൽ ചില്ലിൽ കൊണ്ടു ഞാൻ എഴുതി നിൻ ഭാഗ്യജാതകം. ഒരു വാക്കിൻ പൂർണ്ണചന്ദ്രനെ കാണാൻ നിൻ കൺമറന്നു. ഒരു മനസ്സിലെ മർമ്മരം തരാൻ തിരികെ നീ പോരുമോ? ഒരു മനസ്സിലെ മർമ്മരം തരാൻ തിരികെ നീ പോരുമോ? ഒരു യാത്രാ മൊഴിയോടെ വിടവാങ്ങും സന്ധ്യേ. ഇങ്ങോട്ട് വന്നപ്പോൾ ഗാന്ധിജിയുടെയും ഭഗത് സിംഗിന്റെയും ഒപ്പം എന്റെ സന്ദീപിന്റെ ഫോട്ടോ കണ്ടു. അവൻ അവരോളം ഗ്രേറ്റ് ഒന്നുമല്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് ധൈര്യത്തോടെ പറയാം, അവൻ വേറെ തന്നെയാ. ഗാന്ധിജിക്ക് അദ്ദേഹം മരിക്കാൻ പോവുകയാണെന്ന് അറിയില്ലായിരുന്നു. ബട്ട് മൈ സൺ മരണത്തിന്റെ മുഖത്തേക്ക് നോക്കി, നീ എന്റെ ജീവനെടുത്തോ, പക്ഷെ എന്റെ രാജ്യത്തെ തൊടില്ല എന്ന് പറഞ്ഞു. You can take me, but not my country എന്ന് പറഞ്ഞു. എന്റെ രാജ്യം നിന്നെപ്പോലുള്ള ഭീരുക്കളുടെ മുന്നിൽ മുട്ടുകുത്തില്ല എന്ന് പറഞ്ഞു. കുറച്ചു നേരം മുന്നേ ഞങ്ങൾക്ക് അവനെ നഷ്ടമായെടുത്തിരിക്കുകയായിരുന്നു.
അവന്റെ മരണത്തെക്കാളേറെ അവന്റെ ജീവിതത്തെ പറ്റിയാണ് ഞങ്ങൾ സംസാരിച്ചത്. മൈ സൺ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. ആ പേര് കേൾക്കുമ്പോൾ അവന്റെ മരണത്തെയല്ല ഓർക്കേണ്ടത്, അവൻ എങ്ങനെ ജീവിച്ചു എന്നതാണ്. മൈ സൺ ഷുഡ് ബി റിമെമ്പേർഡ് ഫോർ നോട്ട് ദ വേ ഹി ഡൈഡ്, ബട്ട് ഫോർ ദ വേ ഹി ലിവ്ഡ്. Vande